തന്നെ നമ്മൾ പ്രജീഷ് ലൈനിൽ തുടരുന്നുണ്ട്. പ്രജീഷ് ആശ്വാസ വാർത്ത പങ്കുവച്ചു. ഒപ്പം ഒരു 2 മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു എന്നുള്ള കാര്യം കൂടിയുണ്ട്. പ്രജീഷ് കുറച്ചുകൂടി ആ പ്രദേശത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതായത് ഈ വയനാടിന്റെ ഇപ്പോൾ പടവെട്ടിക്കുന്നിൽ നിന്നാണ് ഈ 4 പേരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദുരന്തം നടന്ന സ്ഥലവുമായി കുറച്ചു ദൂരം വ്യത്യാസമുണ്ട്, 2 കിലോമീറ്റർ അധികം ദൂരം വ്യത്യാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ വലിയ ശബ്ദത്തോടുകൂടി മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവർ ഓടി മാറിയവരായിരിക്കാം. അല്ലെ തന്നെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് ഇവർ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയവർ ആയിരിക്കാം. അവരുടെ ജീവൻ എന്തായാലും സുരക്ഷിതമാണ്. എത്രമാത്രം ഈ സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്? ഈ ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ പോലുള്ള സ്ഥലവും ചൂരൽമല പോലുള്ള സ്ഥലവും അതുപോലെ ഈ പടവെട്ടിക്കുന്ന് ജീവൻ തിരിച്ചു കിട്ടിയ ആ സ്ഥലവും തമ്മിൽ ഏകദേശം 3-4 കിലോമീറ്ററുകളുടെ വ്യത്യാസമാണ് സുജി ഈ പറയുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുള്ളത്. നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തെന്ന്, ആദ്യം ചെറിയ തോതിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ ഇതിൽ ഒത്തിരി പേര് മാറി താമസിച്ചായിരുന്നു. ചില ആളുകളെ മാറി താമസിച്ചു. ഇതിൽ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഇന്നലെയും ഇന്നും 4 ദിവസമായി നമ്മളിവിടെ ഇരുന്ന പല പ്രാദേശികമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്തെന്നാൽ, എല്ലാവരുടെയും വീടുകളിൽ സുരക്ഷിതരായിരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് എല്ലാവരും മാറി താമസിക്കാൻ വിമുഖത കാണിച്ചത്. ഇവിടെ നിന്നും നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. വളരെ പ്രധാനപ്പെട്ട